ഹായ്, ഞാൻ തൊമ്മൻസ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെ നിങ്ങൾക്കും ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആവാം, അതിനു മുമ്പായിട്ട് എങ്ങനെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഹോൾഡർ ആവാമെന്ന്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് എങ്ങനെയാണ് നമുക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഹോൾഡർ ആവാമെന്നുള്ളത്. എന്തിനാ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ്? നേരിട്ട് ഗിന്നസ് റെക്കോർഡ് ആയിക്കൂടെ? വേണ്ട, ഈ വഴിയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഒരു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവലാണ്. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കത് ഗിന്നസിനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ഫസ്റ്റ് ലെറ്റ്സ് ടേക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ്. എങ്ങനെയാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിലേക്ക് എടുക്കാൻ പോകുന്നത്? മനസ്സിലാലോചിക്കുക, എന്താണ് ഞാൻ ചെയ്യുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തോ ആവാം. ഏറ്റവും വലിയ ദോശയാവാം, ഏറ്റവും വലിയ കേക്ക് ആവാം. ഹൈറ്റൺ എന്ന് പറഞ്ഞൊരു ഹോട്ടല് പെരിന്തൽമണ്ണ തുടങ്ങിയപ്പോൾ വലിയൊരു ടോൾ ഹോട്ടലായിരുന്നു. അതിന് വലിയ ടൈ കെട്ടിയിട്ടായിരുന്നു, ബിഗ്ഗസ്റ്റ് ടൈ എന്നുള്ളതായിരുന്നു. എന്ത് വേണമെങ്കിലും ആവാം. കപ്പുകൾ കമത്തി വെച്ച് ടവർ, ഏറ്റവും വലിയ ടവർ ബിൽഡ് ചെയ്താവാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അത് എന്ത് എന്ന് ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ info@bestofindiarecords.in ഒരു മെയിൽ അയയ്ക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെന്ന്. അവർ മറുപടി പറയും. മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യും, ഇല്ലെങ്കിൽ കറണ്ട് റെക്കോർഡ് ഇത്രയാണ്, നിങ്ങൾ അതിനെക്കാട്ടിലും കൂടുതലെന്ന് പറയും. അവരെന്താ വെച്ചാൽ പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാനസികമായിട്ട് എസ് ആണെങ്കിൽ ഒരു കൺഫർമേഷൻ മെയിൽ അയയ്ക്കുക, എനിക്ക് താല്പര്യമുണ്ട്, ഐ കൺഫേം, ഞാനിത് പോകുന്നുവെന്ന്. അപ്പോൾ അവരൊരു അപ്ലിക്കേഷൻ ഫോം അയച്ചു തരും. അപ്ലിക്കേഷൻ ഫോം അയച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫില്ല് ചെയ്ത് ആ അപ്ലിക്കേഷൻ ഫോം ഡീറ്റെയിൽസ് എല്ലാം വെച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, തിരിച്ചയച്ചു കൊടുത്താൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടും. നോർമൽ ആവാം, പ്രീമിയം ആവാം. പ്രീമിയം ആണെങ്കിൽ അയച്ചു കൊടുത്ത് അതേ ദിവസം തന്നെ അവർ പെർമിറ്റ് ചെയ്യും. നോർമൽ ആണെങ്കിൽ ഒരു 5-6 ദിവസം എടുക്കും. വലിയ വ്യത്യാസമില്ല. ഏകദേശം പ്രീമിയം ആണെങ്കിൽ 7500 ആണെങ്കിൽ നോർമൽ ഏകദേശം 5000 രൂപയാണ്. അത്രയും നമ്മൾ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഡോക്യുമെൻറ്റ്സ് കിട്ടും. ഒരു ഡിക്ലറേഷൻ ഫോമുണ്ട്, റിക്വസ്റ്റ് ഫോമുണ്ട്, ഇങ്ങനെ കുറച്ച് ഫോമുകളെല്ലാം കിട്ടും. ഡിക്ലറേഷൻ ഫോം സ്റ്റാമ്പ് പേപ്പറിൽ അടിക്കേണ്ട ഒരു ഫോമാണ്. അത് നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചും അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ്, ഞാൻ ആരെയും ഹാം ചെയ്യുന്നില്ല, ഫിസിക്കലി ഹെൽത്തിയാണ്, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു മുതലായ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ ചെയ്ത് കുറച്ച് പേരത് അറ്റസ്റ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മെയിൽ വരും. അതിൽ കുറേ ഫോംസ് ഉണ്ടാവും. അവരുടെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൻ്റെ ലോഗോയും പേര്, അറ്റംപ്റ്റ് എന്നുള്ള പേരും വെക്കാനുള്ള പെർമിഷനും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആ ഇവൻ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ഇന്ത്യയുടെ പല സ്ഥലത്തും അഡ്ജുഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി അവർ വരും, ഈ റെക്കോർഡ് കാണും. അതിൻ്റെ ഒപ്പം തന്നെ കംപ്ലീറ്റ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ, ഫോക്കസ് ഒന്നും മാറ്റാതെ വീഡിയോയും ഡിക്ലറേഷൻ ഫോമും റിക്വസ്റ്റ് ഫോമും എല്ലാം അയച്ചു കൊടുക്കണം. ഡിക്ലറേഷൻ ഫോം ഒരു സ്റ്റാമ്പ് പേപ്പറാണ്. അതിൽ നമ്മൾ കുറേ കമ്മിറ്റ്മെൻ്റ് എല്ലാം കൂടെ പറഞ്ഞിട്ടുള്ള സൈൻ ചെയ്യുന്നു. അത് കുറച്ച് അറ്റസ്റ്റ് ചെയ്യാനുണ്ട്. ഒരു കോളേജ് പ്രിൻസിപ്പളോ ഗസ്റ്റഡ് ഓഫീസറോ ഒക്കെ ആയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഫിസിക്കൽ എക്സർഷനാണെങ്കിൽ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം അതിൽ പറയും. പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്ത് ഈ അഡ്ജുഡിക്കേറ്ററിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, പേപ്പേഴ്സ് വർക്ക്സ് ആണ്, ഇതെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് തരും. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മുടെ കൂടെ കാണികളും ബാക്കി എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഏകദേശം വെറും 200 രൂപയ്ക്ക് നമുക്ക് അവർക്ക് എല്ലാവർക്കും, ഇപ്പം ഞാൻ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് 54 പേർക്കും ഈ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. 200 രൂപ വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് എടുക്കാൻ പറ്റുന്നത്. ഐ റിപ്പീറ്റ് അഗെയിൻ, ചെയ്യാനുള്ള പ്രോസസ്സ്: 1, എന്താണ് ചെയ്യാൻ എന്നുള്ളത് തീരുമാനിക്കുക, ഉറപ്പിക്കുക. 2, info@bestofindiarecords.in മെയിൽ അയയ്ക്കുക, അവരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കുക. 3,
അവർ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റ് ലിങ്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടെ വരും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാം വിത്ത് എൻ അഡ്ജുഡിക്കേറ്റർ പ്ലസ് വീഡിയോ റെക്കോർഡിംഗ്. ഇതെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് തരും. ഇത് കേൾക്കുമ്പം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇത് എടുക്കണമെന്ന്. നിങ്ങൾക്ക് ഇതിന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള വെബ് അഡ്രസ്സ്, ഇമെയിൽ ID, വേറെ ലിങ്കും ഡോക്യുമെൻസിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അടിയിലുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടാവുന്നതാണ്. കഴിയുന്നത്രയും പേര് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന് അറ്റംപ്റ്റ് ചെയ്യുക. കിട്ടുമായിരിക്കാം, കിട്ടില്ലായിരിക്കാം, പക്ഷെ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളെങ്കിലും വലിയൊരു കാര്യമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ മെയിൽ ID thomas@lead.ac.in മെയിൽ ചെയ്യുക, ഞാൻ മറുപടി തരാം. എൻ്റെ അടുത്ത വീഡിയോ ഹൗ ടു ഗെറ്റ് ഗിന്നസ് റെക്കോർഡ് എന്നല്ല. കാരണം അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ലെവൽ എത്തിയതിന് ശേഷം ഞാൻ തരാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇടുന്നുണ്ട്. കാത്തിരിക്കുക. ടിൽ ദെൻ ബൈ.